അസ്സലാമലൈക്കും, എല്ലാവർക്കും കിസ്വാ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നല്ല പരല് കറിയാണ് ഉണ്ടാക്കാൻ വന്ന പരല് കറി മുളകിട്ടതേ. നിങ്ങളെ നാട്ടിൽ എന്താ ഇനി പറയലെന്ന് കമന്റ് ചെയ്യണേ. അപ്പം പരല് ഇത് മുറിച്ച് ഉപ്പ് വരക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഉപ്പ് വരക്കി വെക്കണം. പുഴ മത്സ്യം, പിന്നെ ഉപ്പ് പുഴയിൽ ഉപ്പ് വന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപ്പ് വരാതെ മഴക്കാലത്ത് പുഴ മത്സ്യം വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇപ്പം പുഴ മത്സ്യം കൂട്ടേണ്ട സമയമാണ്. അപ്പം ഇത് എന്തെല്ലാം ആവശ്യമില്ലെന്ന് വെച്ചാൽ ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഇത്, മുറിച്ചിട്ടതാണ്. തക്കാളി, ഇതിന്റെ മുട്ടയും ഇത് കുടലുമാണ്. ആ കുടൽ എങ്ങനെ വൃത്തിയാക്കലെന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അതിനുള്ളൊരു പൈപ്പ് അടക്കത്തെ സാധനം ഉണ്ടാവും. അത് 2 കഷ്ണാക്കിയാൽ അതിനുള്ള കച്ചറുണ്ടാവും, കളഞ്ഞാൽ മതി. അറിയില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് പുളിവെള്ളം, പുളി ഇട്ടതാണ്. ഇത് വെള്ളമാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഉലുവ, മുളക് പൊടി, മല്ലിപ്പൊടി. പിന്നെ അത് ഞാൻ വെക്കുമ്പോൾ കാണിച്ചു തരും. അപ്പം നമുക്ക് തുടങ്ങാം. ചട്ടി വെച്ചിട്ട് കത്തിക്കുക. നല്ലോണം ചൂടായാൽ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു നുള്ള് ഉലുവ, ഒരു നുള്ളേ ഇടാൻ പാടില്ല, അധികം ആകാൻ പാടില്ല. കറിക്ക് കയ്പ്പ് വരും അധികമായാൽ. ഒരു നുള്ള്, ഒരു 3-4 ഇത് ഉലുവ ഇടുക. ഉലുവ പൊട്ടട്ടെ. ഉലുവ കൂട്ടി കഴിഞ്ഞാൽ ഉള്ളിയിടുക. ഉള്ളി ഇനി ഇതിൽ ഉള്ളി, മൺചട്ടി തന്നെ ഉണ്ടാക്കാൻ നോക്കുക. മീൻകറി എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കലാണ് നല്ലത്. പിന്നെ ഉരുളിയിലും ഉരുളിയിലും നല്ല ഉണ്ടാക്കലുണ്ട്. ഞാനും ഉണ്ടാക്കലുണ്ട്. കട്ടിയിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലെല്ലാം ഇപ്പം ഉണ്ടാക്കലുണ്ട്. എന്നാലും മൺചട്ടിയിൽ ഉണ്ടാകുമ്പം ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പം ഈ ചുറ്റുമില്ല ഉള്ളി ആദ്യം കരിയും. ആ ചുറ്റുമില്ല ഉള്ളി കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തക്കാളി ഇടാം. മീൻ ആദ്യം ഉപ്പ് പെരക്കി വെക്കണേ, എന്നാലേ ഉപ്പ് പിടിക്കൂലും. കാരണം കായൽ മത്സ്യത്തിന് കുറച്ച് സമയം ഉപ്പ് പെരക്കി വെക്കണം, അല്ലെങ്കിൽ ഉപ്പ് പിടിക്കൂല. കടൽ മത്സ്യത്തിനെ പോലെ. ഇപ്പം ചുറ്റുമില്ല ഉള്ളി കരിഞ്ഞു തുടങ്ങി. അപ്പം തന്നെ തക്കാളി ഇടാം. അപ്പം ആ സമയത്ത് തന്നെ നമുക്ക് വേണ്ട ചൂടുവെള്ളം അപ്പുറം തിളപ്പിക്കുക. കറിയിൽ എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല. വറുത്ത് വെക്കുന്ന കറിയിൽ എപ്പോഴും ചൂടുവെള്ളം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം ഒഴിച്ചാൽ അപ്പാട് അതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവല്. നല്ലോണം ഉടയിക്കുക. തക്കാളി നല്ലോണം ഉടയുന്നത് വരെ ഇളക്കുക. ഈ സമയത്ത് നമ്മൾ ആവശ്യമായ ഉപ്പ്, ഞാനിപ്പോൾ പൊടിയൊപ്പം ഇടുന്നേ. നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പ് തന്നെ ഈ തക്കാളിയിൽ ഇടുക. വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ട ആവശ്യമുള്ളത് നോക്കിയിട്ട് ചെയ്യണേ. അപ്പോൾ അതിട്ട് നല്ലോണം ഇളക്കുക. ഉപ്പ് ഇടുമ്പോൾ തന്നെ തക്കാളി വേഗം പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ. വ്യൂസ് ഉണ്ട്, സബ്സ്ക്രൈബർ ഇല്ല എനിക്ക്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം.
നമ്മെല്ലാവരും ചെയ്യുന്ന ഓരോ കാര്യത്തിനല്ലേ ഒരാൾക്കൊരു നന്മ ചെയ്താൽ നമുക്ക് ദൈവം കുറേ നന്മ ചെയ്യുന്നല്ലേ പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനത്തെ മനസ്സ് ദൈവം തന്നിട്ട്. അപ്പം ഇപ്പം ഏകദേശം ഞാൻ ഇതായിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടുവെള്ളം ഇപ്പുറം വെച്ചിട്ടുണ്ട്, ചൂടാകുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി അതിൽ ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഞാനിപ്പം ഇതേ 2.5 ടീസ്പൂണ് മുളക് മല്ലി പൊടിച്ചതാണ്. ഞാൻ എപ്പോഴും 2 കിലോ മല്ലിക്ക് 2.5 കിലോ മല്ലിക്ക് 1 കിലോന് പിരിയം മുളക് പൊടിയാണ് ഞാൻ ആക്കൽ. അപ്പം ഒന്നിച്ചാ പൊടിക്കൽ. ആ കണക്ക് നിങ്ങൾ നോക്കിയാൽ മതി. കാരണം ബിഗിനേഴ്സിനെല്ലാം മറ്റ് കണക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഒന്നും ശരിയാവില്ല. കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. അപ്പം അതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. കരിയല്ലേ, മുളക് കരിയാവുന്നതിന് മുമ്പായിട്ട് തന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കലക്കാം. നമ്മളെ ചായ കുടിക്കുന്ന കപ്പിന് 2.5 ഗ്ലാസ് കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ബിഗിനേഴ്സിന് വെള്ളം മനസ്സിലാവില്ല, മറ്റില്ലാക്ക് നമ്മളിപ്പോൾ വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിലാവും, കളറും ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഇങ്ങനെയാണ്. ഇനിയിപ്പം ഇത് കലങ്ങി കട്ട ഉണ്ടത്ര അടിയിൽ അത് ശരി. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നോക്കുക. ഉപ്പ് കുറച്ച് കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിടട്ടെ. ഇത് എത്ര ഉപ്പിടുന്നുണ്ടേ. ഇനി നമ്മളെ പുളി വെള്ളയിൽ ഒഴിക്കണം കേട്ടോ. ഒരു തക്കാളി മതി. എനിക്ക് കൂടുതൽ പുളി വേണ്ട, കൂടുതൽ ഇവിടെ കായൽ മത്സ്യത്തിന് പൊതുവെ ഇത് മറ്റേ മരപ്പുളി, നമ്മളെ നീളമില്ല പുളിയില്ല, തോട് പൊളിച്ചിട്ട് വെക്കുന്ന പുളി, അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടായത്. മുളകിട്ട് കറി വെക്കുമ്പോൾ. നമ്മുടെ പുളി വെള്ളം, ഇത് പുളിവെള്ളം നമുക്ക് ഇങ്ങനെ പുളി ഉടച്ച ശേഷം ഒഴിച്ചു കൊടുക്കാം. പുളി ഉടച്ച ശേഷം ഒഴിച്ചു കൊടുക്കാം. സമയം കൊണ്ട് കറി പതക്കുന്ന സമയം കൊണ്ട് ഞാൻ പാത്രം എല്ലാം കഴുകി വെക്കുന്നേ. പാത്രം എല്ലാം അന്നേരം കഴുകി വെക്കുക. അല്ലെങ്കിൽ എല്ലാം കൂടി വയ്യ, പാചകം ഒരു ഇഷ്ടമില്ലാത്ത പോലത്തെ അവസ്ഥ. ഇവിടെ തന്നെ നിന്നിട്ട് തിളപ്പിക്കണേ. നല്ലോണം തിളക്കുന്ന സമയത്ത് ഇതിൽ മീനിടണം, പിന്നെ മുട്ടയും കുടലും ഇടണം. എന്തായാലും ഒഴിക്കണേ. പുളി ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പുളി ഉടംപുളി എന്ന് പറയുന്ന കറുത്ത പുളി ഇടുന്നാക്ക അതിടാം, നല്ല പുളി വേണ്ടാക്ക്. ഇവിടെ പിന്നെ തക്കാളിയുടെ പുളിയെ വേണ്ടു, പിന്നെ കുറച്ച് ഞാൻ പുളി ഇടും. ഈ നല്ലോണം തിളക്കുന്ന സമയത്ത് നമ്മളെ മീൻ കഷ്ണമില്ലേ, നമ്മളെ മീൻ ഉപ്പ് വരക്കിയ കഷ്ണം അതിടും. മീൻ ഉപ്പ് വരക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ. കായൽ മീൻ ഉപ്പ് പിടിക്കാൻ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് ഉപ്പ് വരക്കിയിട്ട് തന്നെ വെക്കണം. മീനിട്ടാൽ പിന്നെ ഇളക്കാൻ പാടില്ല. ഒന്ന് ഇതാക്കി വെച്ചിട്ട് നല്ലോണം തിളക്കുന്നവരൊക്കെ അതോടൊപ്പം ഇതിടുക. ഇതിട്ടാലാണ് കായൽ മീന് ടേസ്റ്റ് ഉണ്ടാവില്ല. മഴ പെയ്താൽ പിന്നെ ഇത് എടുക്കാൻ പറ്റൂല, ഇതിൽ മുഴുവൻ ചളികളായിരിക്കും. അപ്പോൾ അത് എടുക്കാൻ കഴിയില്ല. അതാണ് കായൽ മീൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത് കറിയിൽ.
മുളകിട്ടത് ആയാലും മുളകിട്ടതിന് നിർബന്ധമാണ് ഇത്. തേങ്ങ അരച്ചിട്ട് വെക്കുന്നതിന് അത്രയ്ക്ക് ഇതില്ല. പിന്നെ കായൽമീൻ പൊതുവെ തേങ്ങ അരച്ചിട്ട് വെക്കൽ കുറവല്ലേ, എന്താണ് കരിമീനായാലും അല്ല. അപ്പം നല്ലോണം തിളക്കട്ടെ മീന്. നല്ലോണം തിളച്ച് വരുമ്പോൾ പിന്നെ ഓഫാക്ക്, ഇളക്കരുത്. കായൽ മീനാണ്, പെട്ടെന്ന് വേവും. അതുകൊണ്ട് കുറേ സമയം ആകാൻ പാടില്ല. അതുകൊണ്ട് തിളച്ചിട്ട് മീൻ ഇടുന്നു കേട്ടാ. പിന്നെ അപ്പം അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഇത് തിളച്ചുകൊണ്ട് സമയത്ത് കറി ഓഫാക്കുക. ഓഫാക്കിയതിന് ശേഷം മൺചട്ടി ആയതുകൊണ്ട് തിളക്കും. അപ്പം എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ വയ്ക്കാം. പച്ചമുളകിൻ്റെ ടേസ്റ്റ് വേണ്ടാക്ക് ഇപ്പോൾ ഒരു പച്ചമുളക് മുറിച്ചിട്ടിടാം. പിന്നെ കറിവേപ്പില അതിൻ്റെ മേലിടുക. ഇതാ നല്ല കായൽ മീൻ കറിയാണ്. ചോറിന് പറ്റും, ഒറോട്ടിക്ക് പറ്റും, നെയ്പ്പത്തലിന് പറ്റും, നെയ്ച്ചോറിന് പറ്റും. പിന്നെ നമ്മൾ കപ്പക്ക് മെയിനാണ്, കപ്പക്ക് പറ്റും. എല്ലാവരും ഉണ്ടാക്കി വെക്കുക. കായൽ മീൻ മിക്കാക്കും വെക്കാൻ അറിയില്ല. അതുകൊണ്ട് മിക്കാളും എങ്ങനെയെങ്കിലും ഒന്ന് കലക്കിയിട്ട് വെക്കല. അത് അങ്ങനെയല്ല, ഇങ്ങനെ തന്നെ ഇങ്ങനെ വെച്ച് നോക്ക്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഇനി കായൽ മീൻ എങ്ങനെയാണ് പൊരിക്കലെന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്ത വീഡിയോ കായൽ മീൻ പൊരിക്കുന്നത് കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഒരു പച്ചമുളക് ഇവിടെ പിന്നെ കീറിയിട്ടാൽ നല്ല പച്ചമുളകിൻ്റെ മണമാവും. പക്ഷെ ഇവിടെ അധികം ആർക്കും എരിവ് വേണോട് ഞാനത് ചെയ്യുന്നില്ല. എല്ലാവരും ഉണ്ടാക്കി വെക്കുക.